പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ തിലകക്കാലം എന്ന മർമ്മത്തെക്കുറിച്ചാണ്. നേരത്തെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു. തിലകക്കാലത്തിൻ്റെ വിശദീകരണത്തെ ഒരു വീഡിയോ നമ്മൾ വിശദീകരണമായി കൊടുത്തിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ആ തിലകക്കാലത്തിൽ നിൽക്കുന്ന മർമ്മ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ക്ഷതങ്ങളെ പറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ, ക്ഷതമേറ്റ് കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് അത് പുറപ്പെടുവിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്നുള്ള ഇതിൻ്റെ വിഷയത്തെ പറ്റി. അപ്പം ഈ മർമ്മശാസ്ത്രങ്ങളും മർമ്മഗ്രന്ഥങ്ങളും തമിഴിൽ നിന്നാണ് വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം ലോകത്തിലെ ഏറ്റവും പഴക്കമായ ഭാഷകളിലൊന്നായ തമിഴിൽ നിന്നും വിവർത്തനം ചെയ്യപ്പെട്ടതാണ് മർമ്മശാസ്ത്രങ്ങൾ. അതിൻ്റെ മൂലഗ്രന്ഥങ്ങളെല്ലാം തമിഴിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ തമിഴിൽ എന്താണെന്ന്, അതിൻ്റെ ചൊല്ലെന്താണെന്ന് നമുക്ക് നോക്കാം. ആകാശവും ഭൂമിയും സാക്ഷി, തമ്പുരാൻ തുണയ്ക്ക് ഗുരുവേ ശരണം, മാതാപിതാക്കന്മാരെ ശരണം, നേരപ്പ നെറ്റ് നടുപുരവും തന്നെ നേരാക നിലയിലേക്കും താഴ്വതാക പാരപ്പ തിലകക്കാലം അതുക്കു പേരാ. അതായത് മുരുകനുള്ളിലെ ഒത്തുനടവിൽ നെറ്റിയുടെ മധ്യത്തിൽ ഒരു നെല്ലിയുടെ താഴെ ആയിട്ടാണ് ഈ മർമ്മം സ്ഥിതി ചെയ്യുന്നത്. അതിന് ഉച്ചമർമ്മത്തിൽ നിന്നും പിൻഗള നാടി ലഭിച്ച് തിലകക്കാലത്തിൽ എത്തിച്ചേരുന്നു. തിലകക്കാലത്തിൻ്റെ മുകളിൽ മൂർത്തിക്കാലവും താഴെ മീൻവെട്ടി, ഇടതും വലതും ഭാഗങ്ങളിൽ മന്ത്രക്കാലവും സ്ഥിതി ചെയ്യുന്നു. ഈ 4 സ്ഥാനങ്ങളിൽ ഈ പിൻഗള നാടി വന്ന് ചേർന്ന് നിൽക്കുകയാണ്. മർമ്മത്തിൻ്റെ ആഘാതം എങ്ങനെയാണെന്ന് നോക്കാം. പേച്ചിക്കരൻ അതിൽ മർമ്മം കൊണ്ടാൾക്ക് വിജയവാദ വായ്പളർന്ന് വാനം പാർത്ത് ഇരിക്കുമ്പോൾ നാഴി ചെയ്താൽ 3 മുക്കാൽ എന്നാണ് തമിഴിൽ പറയുന്നത്. അതായത് അടിതട്ടി കയറി പ്രഹരമേൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ അടികൊണ്ട ആൾ, ഇവിടെ പ്രഹരമേറ്റ് കഴിഞ്ഞാൽ അടികൊണ്ട ആൾ നേരെ പുറകിലേക്ക് മറിഞ്ഞ് നേരെ വാനം നോക്കി, അതായത് ആകാശം നോക്കി ഇണ വെട്ടാതെ നോക്കിക്കിടക്കും. അതുപോലെ തന്നെ വാരിപ്പറ്റിൻ്റെ 2 സൈഡിലുള്ള ഞരമ്പുകൾ അത് വലിച്ചു പോയി. അതുപോലെ തന്നെ ശരീരം തറയ്ക്കും. പിന്നെ ഈ മൂക്കിൽ നിന്നും രക്തം ധാരധാരയായി അകത്തോടെ വരും, ധാരധാരയായി വരും. അതുകൂടാതെ ഈ മറുകാലം ചെയ്താലും പനിയും ക്ഷീണവും നീർവീക്കവും ഉണ്ടാകും. അപ്പം ആ മറുകാലം ചെയ്ത് കഴിഞ്ഞ് ഈ പനിയും ക്ഷതവും നീർവീക്കവും മാറാനായി നമ്മൾ മരുന്ന് പ്രയോഗിക്കണം, മരുന്നുണ്ടാക്കി കൊടുക്കണം, എണ്ണ കാച്ചി തേക്കണം. അതുപോലെ തന്നെ മരുന്ന് ഉള്ളിലേക്ക് കഴിക്കുകയും വേണം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ സ്ഥാനത്ത് പരിക്കുകൾ പറ്റിയാൽ ഈ ക്ഷതമേറ്റ വ്യക്തിക്ക് 3 മുക്കാൽ നാഴികയ്ക്കകം അതിൻ്റെ മറുകാലങ്ങൾ ചെയ്യണം. ഇല്ലെങ്കിൽ ആ വ്യക്തി മരിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം മറുകാലം ചെയ്യുന്നത് ആദ്യം ഈ വ്യക്തിയുടെ കണ്ണ് പരിശോധിക്കണം, അത് കഴിഞ്ഞ് ശ്വാസനില പരിശോധിക്കണം, അത് കഴിഞ്ഞ് നാഡി പരിശോധിക്കണം. അപ്പം ഈ സംഭവം പരിശോധിച്ച് കഴിഞ്ഞ് ഇദ്ദേഹത്തിന് മരണക്രിയകൾ കാണിച്ചില്ലെങ്കിൽ, അതായത് ശ്വാസനില നിലയ്ക്കുകയോ നാഡി അടിക്കാതിരിക്കുകയോ ദീർഘശ്വാസം എടുക്കുകയാണെങ്കിൽ ഈ വ്യക്തി മരണത്തിലേക്ക് പോവുകയാണ്. അതായത് 3 മുക്കാൽ നാഴിക കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നാഡിനിലയും ശ്വാസഗതിയും ചെറുതായിട്ട് ശരിയായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നമുക്ക് മറുകാലം ചെയ്യാം. മറുകാലം ചെയ്ത് ജീവിതത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാം. അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇതാരും പരീക്ഷിച്ച് നോക്കാനല്ല, ഇത് നിങ്ങൾക്കായി ഉള്ള ഒരു അറിവിന് വേണ്ടിയിട്ടാണ്. ജനങ്ങൾക്ക് ഒരു അറിവ് കൊടുക്കുക, നമുക്കറിയാവുന്ന അറിവുകൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടാണ് നമ്മളിത് പറയുന്നത്. അപ്പം ഈ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ പ്രയോഗങ്ങളാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ വിശദീകരണം വന്നു. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ പ്രയോഗങ്ങൾ, ഈ മർമ്മത്തിൽ എങ്ങനെ ക്ഷതമേൽക്കുന്നുള്ള പ്രയോഗങ്ങൾ. അപ്പം അതുപോലെ തന്നെ അതിൻ്റെ ചികിത്സാ രീതികൾ എന്ന് പറഞ്ഞാൽ മറുകാലമല്ല, അതിൻ്റെ മരുന്നുകൾ നമ്മൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കും. അപ്പം അടുത്ത വീഡിയോ കാണുമ്പോഴേ അടുത്തതിൻ്റെ പ്രയോഗങ്ങളും ഒഴിവുകളുണ്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഈ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താലേ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ വിവരണം, ഈ വീഡിയോ കൃത്യമായിട്ട് നിങ്ങളുടെ മൊബൈലിൽ എത്തുള്ളൂ. അപ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് സെർച്ച് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ പേരടിച്ച് സെർച്ച് ചെയ്താലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അത് കൃത്യമായി ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ വീഡിയോ നിങ്ങളിൽ എത്തിച്ചേരും. ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. നമസ്കാരം.